ഹായ് ഡിയേഴ്സ്. അപ്പോൾ ഇന്ന് നമ്മളൊരു നോമ്പ് തുറ വ്ളോഗായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. നോമ്പ് തുറ എന്ന് പറയുമ്പോൾ നമ്മുടെ വീട്ടിലല്ല, നമ്മൾ മറ്റൊരിടത്ത് നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഫാമിലി ഇഫ്താറാണ്, വാപ്പീൻ്റെ ഫാമിലിയിൽ എല്ലാവരും കൂടെ കൂടിയിട്ടുള്ള ഇഫ്താറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഗെറ്റ് ടുഗദറും കൂടിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിന് മുമ്പ് നമ്മളുടെ വീട്ടിലായിരുന്നു എല്ലാവരും. അപ്പോൾ അങ്ങനെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ, എല്ലാ പ്രാവശ്യവും ഗെറ്റ് ടുഗദർ നടക്കുന്ന സമയത്ത് നമ്മൾ എല്ലാവരും കൂടെ എല്ലാ ഫുഡ് ഐറ്റംസ് ഉണ്ടാക്കി കൊണ്ടുപോയിട്ട് നമ്മൾ ഒരുമിച്ചിരുന്ന് നോമ്പ് തുറക്കുക, അല്ലെങ്കിൽ ഒരു നേരത്തെ ഫുഡ് ഒരുമിച്ച് കഴിക്കുക. ഇതാണ് കേട്ടോ കൺസെപ്റ്റ്. അപ്പോൾ ആ ഒരു രീതിയിലാണ് ഇന്നത്തെ നോമ്പ് തുറയുള്ളത്. അപ്പോൾ ഓരോരുത്തരും ഓരോ ഐറ്റംസ് കൊണ്ടുവരും. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ സ്നാക്സ് കൊണ്ടുവരാൻ ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു സ്നാക്സ് വേണ്ട, എന്തെങ്കിലും മെയിൻ ഐറ്റം കൊണ്ടുപോകാമെന്ന്. അപ്പോൾ പൊറോട്ട അവിടെ നിന്ന് വാങ്ങിക്കുന്നതെന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞെങ്കിൽ വാങ്ങിക്കേണ്ട, പൊറോട്ട ഞാൻ കൊണ്ടുവന്നോളാന്ന്. അപ്പോൾ അങ്ങനെ ഞാൻ ഇന്ന് പൊറോട്ട ഉണ്ടാക്കുകയാണ്. നമ്മളൊരു കുറച്ച് കൂടുതൽ പൊറോട്ട ഉണ്ടാക്കുന്നുണ്ട്. ഏകദേശം ഒരു 2.5 കിലോ മാവിനുള്ള പൊറോട്ടയാണ് നമ്മളിപ്പോൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയും അധികം പൊറോട്ട ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. പക്ഷേ എന്നാലും എനിക്കിഷ്ടമാണ് ഉണ്ടാക്കാൻ, വേറെ പണിയൊന്നുമില്ലല്ലോ. അപ്പോൾ രാവിലെ മുതൽ വേറെ പണിയൊന്നും ഇല്ലാത്ത കാരണം നമ്മൾ സമാധാനമായിട്ട് നിന്ന് പൊറോട്ടയൊക്കെ ഉണ്ടാക്കുവാണ്. അപ്പോൾ ഞാൻ പൊറോട്ട ഉണ്ടാക്കുന്നത് ഞാൻ മുമ്പ് ഒരുപാട് തവണ കാണിച്ചിട്ടുണ്ട്. പല തരത്തിലുള്ള പൊറോട്ടകൾ കേട്ടോ. കോയിൻ പൊറോട്ട, ഗോതമ്പ് പൊറോട്ട, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന പൊറോട്ട, 10 മിനിറ്റിലെ പൊറോട്ട, അതുപോലെ കേരള പൊറോട്ട, പിന്നെന്താ ഒരുപാട് നേരം കുഴച്ച് വെച്ചിട്ടുള്ള പൊറോട്ട, അങ്ങനെ എല്ലാ ടൈപ്പ് പൊറോട്ട, ബട്ടർ പൊറോട്ട, ബൺ പൊറോട്ട, അങ്ങനെ ഒരുപാട് ടൈപ്പിലുള്ള പൊറോട്ടകൾ നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതിപ്പോൾ നോർമൽ പൊറോട്ടയാണ്. പക്ഷേ ഒരു വ്യത്യാസം മാത്രം, ഞാൻ അധികവും ബട്ടർ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. സൺഫ്ലവർ ഓയിലും ബട്ടറും മിക്സ് ചെയ്തിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഇതിൽ ഞാൻ കൂടുതലും ബട്ടർ തന്നെ യൂസ് ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒന്നും കൂടി നല്ലതാണ് കേട്ടോ. അപ്പോൾ പൊറോട്ട ഞാനിപ്പോൾ ഇതാ കുഴച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആദ്യം പകുതി ഞാൻ എടുത്തു. രണ്ടും കൂടെ എനിക്ക് ഒന്നിച്ച് നമുക്ക് ഇപ്പോൾ ഈ 2.5 കിലോ മാവൊക്കെ ഒന്നിച്ചെടുത്തിട്ട് കുഴച്ച് അയച്ചെടുക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പകുതിയായിട്ട് കുഴച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ഞാൻ 1 കിലോ മാവ് എടുത്തു, എന്നിട്ടത് കുഴച്ചെടുത്തു. നമ്മൾ ആദ്യം നന്നായിട്ടൊന്ന് കൂട്ടിയെടുത്തതിന് ശേഷം പിന്നെ കൗണ്ടർ ടോപ്പിലിട്ട് തന്നെ നന്നായിട്ട് അയച്ചെടുക്കുകയാണ് കേട്ടോ നല്ലത്. അങ്ങനെ ചെയ്താലാണ് നന്നായിട്ട് സോഫ്റ്റായിട്ട് കിട്ടുക. ആരോടെങ്കിലുമൊക്കെ ദേഷ്യം ഉണ്ടെങ്കിൽ ഈ ഒരു ടൈമിൽ മനസ്സിലങ്ങോട്ട് ഉദ്ദേശിക്കുക, എന്നിട്ട് അങ്ങോട്ട് കുഴച്ച് പരത്തി അങ്ങോട്ട് എടുക്കുക കേട്ടോ. നല്ലോണം കുഴച്ചെടുക്കണം. അപ്പോൾ ഈ പൊറോട്ട കുഴയ്ക്കുന്ന സമയത്ത് നമ്മൾ ചൂടുവെള്ളം അല്ല കേട്ടോ, പച്ചവെള്ളമല്ല ചൂടുവെള്ളമല്ല, ഒന്ന് വെക്ക പിടിപ്പിച്ചിട്ടാണ് എടുക്കുന്നത്. എന്നിട്ട് അതിൽ വെച്ചിട്ടാണ് കുഴക്കുന്നത്. ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം. രണ്ടാമത് കുഴക്കുമ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ വീഡിയോ എടുത്തിട്ടുണ്ട്, കാണിക്കാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഇതുപോലെ നന്നായിട്ട് കുഴച്ചെടുത്തു. അപ്പോൾ അതൊന്ന് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനിയും അത് കുഴയ്ക്കാനുണ്ടേ. അപ്പോൾ മറ്റേതും കൂടെ കുഴച്ചിട്ട് നമുക്ക് ഇനി ബാക്കിയെല്ലാം കൂടെ കുഴച്ചെടുക്കാം. അപ്പോൾ അടുത്ത സെക്ഷൻ 1 കിലോയും കൂടെ മാവ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഉപ്പ്, പിന്നെ ഒരു കിലോയ്ക്ക് ഒരു 2-3 സ്പൂൺ വരെ പഞ്ചസാര ചേർക്കാം. പിന്നെ ഉപ്പ്, പഞ്ചസാര, പിന്നെ ചെറിയ ചൂടുള്ള വെള്ളവും കൂടെ കേട്ടോ. നമുക്ക് തൊട്ടാൽ കയ്യിൽ പൊള്ളാത്ത രീതിയിലുള്ള ചൂടുള്ള വെള്ളം, അത്രയാണ് കേട്ടോ എടുക്കേണ്ടത്. അങ്ങനെ രണ്ടാമത്തതും നമ്മളിതാ ഇതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ കുഴച്ച് അതേപോലെ തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി രണ്ടും കൂടെ ഒന്നിച്ചാക്കേണ്ട ആവശ്യമില്ല. എന്നാലും എല്ലാ പൊറോട്ടയും ഒരേ രീതിയിലാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്, അതായത് കുഴയൊക്കെ ഒരേപോലെ തന്നെ വരട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മളെല്ലാം കൂടെ ഒന്നും കൂടെ മിക്സ് ചെയ്ത് നന്നായിട്ടങ്ങ് കുഴച്ചെടുക്കുവാണ്. നന്നായിട്ട് പദം വരണം എന്നൊക്കെ പറയൂലേ, അതുപോലെ കേട്ടോ. ഇനി ബട്ടർ മെൽറ്റ് ചെയ്തെടുത്തതിന് ശേഷം നമ്മളിതിൻ്റെ പുറത്തേക്കായിട്ട് കുറച്ചും കൂടി കുറച്ച് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ വീണ്ടും ഇത് നന്നായിട്ട് അയച്ചെടുക്കുവാണ്. അപ്പോൾ നമുക്ക് തന്നെ മനസ്സിലാവും ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് മാവ് എന്നുള്ളത്. നമ്മളിത് അയക്കുന്ന സമയത്ത് തന്നെ നമുക്ക് മനസ്സിലാവും നല്ല സോഫ്റ്റ് ആയിട്ട് ഇങ്ങനെ വരുന്ന സമയത്ത്. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് ഇതുപോലെ ബോളുകൾ ഉരുട്ടി എടുത്ത് മാറ്റി വെക്കാം. അപ്പോൾ ബോളുകൾ ഉരുട്ടുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും നന്നായിട്ട് കുഴഞ്ഞിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത്. അതായത് നമ്മളിപ്പോൾ ഉരുട്ടി ഒരു മാവ് എടുക്കുക, എന്നിട്ട് ഇത് ഇങ്ങനെ ആക്കുമ്പോഴത്തേക്കിനും ഇതിനകത്ത് തടയും മുഴയും അങ്ങനത്തെ സംഭവം കീറി വരാണ്ട് ഇതുപോലെ നല്ല പോലെ വരണം കേട്ടോ. അപ്പോൾ നമുക്ക് മനസ്സിലാവും നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് മാവ്. ഇതിപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നത്. ഇതുപോലെ നമ്മളിങ്ങനെ അടുത്തടുത്ത് എടുക്കുന്ന സമയത്ത് ഇതുപോലെ മുട്ട പോലെ തന്നെ പുറം വശം വരണം. അപ്പോഴത്തേക്കിന് നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവാണെന്ന് മനസ്സിലാവും. അപ്പോൾ നമുക്കിനി ഇതുപോലെ അങ്ങ് മാറ്റി വെച്ച് കൊടുക്കാം. പിന്നെ നമ്മളിത് ഒരു അരമണിക്കൂറെങ്കിലും വെക്കുക. നമ്മൾ ചെറിയ ചൂടുവെള്ളത്തിൽ കുഴച്ചത് കൊണ്ട് 1-2 മണിക്കൂറൊന്നും വെക്കേണ്ട കാര്യമില്ല. 1/4 മണിക്കൂർ വെച്ചാൽ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൊറോട്ട നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുവേ. അപ്പോൾ ഇതുപോലെ ഉണ്ടകളൊക്കെ ആക്കി എടുത്തതിന് ശേഷം ഇതിൻ്റെ പുറത്തേക്ക് കുറച്ചും കൂടെ ബട്ടർ ഇങ്ങനെ ഒന്ന് തടവി കൊടുക്കുന്നുണ്ട്. ബട്ടർ എടുക്കണം എന്ന് യാതൊരുവിധ നിർബന്ധവും ഇല്ല. നമുക്ക് നമ്മുടെ സൺഫ്ലവർ ഓയിൽ വെച്ചിട്ട് തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൊറോട്ട ഉണ്ടാക്കിയെടുക്കാമേ. അടിപൊളിയായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ നമ്മൾ ആക്കി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു നനഞ്ഞ തുണി ഇതിൻ്റെ പുറത്തേക്കായിട്ട് ഇട്ട് കൊടുക്കുക. ഒരു കോട്ടൺ തുണി എടുത്തിട്ട് ഒന്ന് നനച്ചെടുക്കുക. എന്നിട്ട് നമുക്ക് ഇതുപോലെ ഇതിൻ്റെ പുറത്തേക്കായിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് വേണം നമ്മളിത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാനായിട്ട്. അപ്പോൾ ഞാനിവിടെ ഏകദേശം ഒരു 26-27 ബോളോളം നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അതായത് ഏകദേശം ഒരു 52 പൊറോട്ട നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ഈ ഒരു 2.5 കിലോ മാവിൻ്റെ കേട്ടോ.
പിന്നെ പൊറോട്ടേൻ്റെ വലിപ്പം പോലെ ഇരിക്കും. ഞാനിപ്പോൾ അത്യാവശ്യം വലിപ്പമുള്ള പൊറോട്ട തന്നെയാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്. നോർമൽ സൈസിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. കുറച്ചും കൂടെ ചെറിയ പൊറോട്ട ആണെങ്കിൽ കുറച്ചും കൂടെ എണ്ണം നമുക്ക് കിട്ടും. അപ്പോൾ എന്തായാലും ഇനി നമ്മൾ അരമണിക്കൂർ ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്. നമ്മളിനി പൊറോട്ട ഒന്ന് അടിച്ചെടുക്കുവാണ്. അപ്പോൾ ഇത് ഒന്ന് വശം വേണം കേട്ടോ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ 1-2 പ്രാവശ്യം ചെയ്യുമ്പോഴത്തേക്കും നമുക്കങ്ങ് മനസ്സിലാവുമേ, ആ ഒരു ഇത് നമുക്ക് കിട്ടും. വശം കിട്ടിയില്ലെങ്കിൽ പെട്ടെന്ന് നമ്മൾ ഒരു പ്രാവശ്യം ചെയ്യുമ്പോഴത്തേനും കീറി പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ പൊറോട്ട അടിച്ചില്ലെങ്കിലും ഇത് നല്ലപോലെ വലിഞ്ഞ് വരും. അതും ഞാൻ കാണിച്ചു തരാം, അടിക്കാണ്ട് ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്നും കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞാനിത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഇത്ത ഇവിടെ വന്നിട്ട് ഇങ്ങനെ ചോദിക്കുവാണ് കേട്ടോ, സഹുറിൻ്റെ ഉമ്മിയാണോ പൊറോട്ട ഉണ്ടാക്കാൻ പഠിപ്പിച്ചത്, ഇതെല്ലാം ഉണ്ടാക്കാൻ പഠിപ്പിച്ചത് ആരാണ് എന്നൊക്കെ ചോദിച്ചിട്ടിങ്ങനെ ഇത്ത ഇങ്ങനെ വന്ന് ചോദിക്കാം. ഞാൻ പറയായിരുന്നു ഞാൻ ചെയ്യുന്ന ടൈം ആയപ്പോഴത്തേക്കിനും ഉമ്മയൊക്കെ മരിച്ചു പോയല്ലോ. ഉമ്മയൊന്നും അങ്ങനെ കാര്യമായിട്ട് അങ്ങനെ ഇത് ഒന്നും ചെയ്യിപ്പിച്ചിട്ടില്ല കേട്ടോ. പിന്നെ മീൻകറിയൊക്കെ വെക്കാൻ ഉമ്മ പഠിപ്പിച്ചിട്ടുണ്ട് ചെറുതിലേ തന്നെ. മീൻകറിയൊക്കെ വെക്കാനെന്ന് പറഞ്ഞാൽ ഉമ്മ അരച്ചൊക്കെ തരും, എന്നിട്ട് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ടൊക്കെ ഉണ്ട്. അതില്ലാന്ന് പറയുന്നില്ല, പക്ഷേ കാര്യമായിട്ട് അങ്ങനെ ഉള്ള കുക്കിങ്ങും കാര്യങ്ങളൊന്നും ഉമ്മയുള്ളപ്പോൾ ചെയ്തിട്ടില്ല കേട്ടോ. പിന്നെ ഉമ്മയ്ക്ക് വയ്യാതെ കിടന്നപ്പോഴത്തേക്കിനും ഇങ്ങനെ എന്തെങ്കിലും ഈ പറഞ്ഞ പോലെ മീൻകറി വെച്ചിട്ടുണ്ട്, തോരൻ വെച്ചിട്ടുണ്ട്, അത്രയൊക്കെ തന്നെ ഉള്ളൂ. ചെറിയ ചെറിയ നുണുക്ക് പരിപാടികളൊക്കെ ചെയ്തിട്ടുള്ളൂ. ഇങ്ങനത്തെ വലിയ സംഭവങ്ങളൊന്നും നമ്മൾ കൈ കടത്തി അങ്ങനത്തെ ഒരു സമയം എനിക്ക് കിട്ടിയിട്ടും ഇല്ല കേട്ടോ. പിന്നെ ഉമ്മ ഉണ്ടാക്കുന്നത് അങ്ങനെ കണ്ടു നിന്നൊരു ഓർമ്മയും എനിക്കില്ല. പിന്നെ അങ്ങനത്തെ ഇതൊന്നും ഇല്ല കേട്ടോ. പിന്നെ എങ്ങനെയൊക്കെയോ പഠിച്ചതാണ്. പിന്നെ പൊറോട്ട സുലൂമിയാണ് കേട്ടോ ഗുരു എന്ന് വേണമെങ്കിൽ പറയാം. സുലൂമിയാണ് ഗുരു. നന്നായിട്ട് പൊറോട്ട ഉണ്ടാക്കാൻ സുലൂമിയാണ് പഠിപ്പിച്ചത്. അത് എന്നെ അല്ല കേട്ടോ പഠിപ്പിച്ചത്. ഞാനൊരു പ്രാവശ്യം സ്കൂളിൽ നിന്ന് കല്യാണം കഴിഞ്ഞ് വീട്ടിൽ ചെന്ന സമയത്ത് എനിക്ക് അനിയത്തിമാർ അടിച്ച് പൊറോട്ടയൊക്കെ ഉണ്ടാക്കുന്നത് ഞാൻ ഞെട്ടിപ്പോയിട്ടോ. അവളുമാരന്ന് കുഞ്ഞാണ്. അപ്പോൾ ഉമ്മയ്ക്ക് വയ്യാണ്ട് കിടന്ന സമയത്തൊക്കെ ഉമ്മി നന്നായിട്ട് പൊറോട്ട ഉണ്ടാക്കുമായിരുന്നു ഉമ്മി വന്നപ്പോൾ തന്നെ. അപ്പോൾ എന്നെക്കാളി കൂടുതൽ അവരാണല്ലോ വീട്ടിൽ നിന്നിട്ടുള്ളത്. അപ്പോൾ അവർ പിന്നെ ഉമ്മീനെ കണ്ട് അവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ട് അവരിങ്ങനെ അടിക്കാനൊക്കെ തുടങ്ങി. പിന്നെ ഉമ്മി വയ്യാതെ കിടന്നപ്പോഴത്തേക്കിനും പൊറോട്ട ഉണ്ടാക്കണമെന്ന് തോന്നുമ്പോൾ ഉമ്മി കുഴച്ചൊക്കെ കൊടുക്കും. പാലും ചിലും രണ്ടുപേരും നന്നായിട്ട് പൊറോട്ട അടിക്കാരായിട്ടോ, എന്നെക്കാളും അടിപൊളിയായിട്ട്. അങ്ങനെയാണ് പിന്നെ എനിക്കൊരു നാണക്കേട് തോന്നിയിട്ടാണ് ഞാൻ പൊറോട്ട തുടങ്ങിയത്. അപ്പോൾ എന്നെക്കാളിലും മുമ്പേ അവരാണ് കേട്ടോ നല്ല കിടിലനായിട്ട് പൊറോട്ട ഉണ്ടാക്കാൻ പഠിച്ചത്. ചെറിയ കുട്ടികളായിരുന്നു. ഈ പറഞ്ഞ പോലെ എൻ്റെ കല്യാണം കഴിക്കുന്ന സമയത്ത് അവർക്ക് 12ഉം 9ഉം ഒക്കെ വയസ്സൊക്കെ ഉള്ളൂ. പക്ഷെ അത് കഴിഞ്ഞ് ചെല്ലുമ്പോഴത്തേക്കിനും പിന്നെ ഇവർ ആ സമയത്തൊക്കെ തന്നെ ഇവരിങ്ങനെ ഓരോന്നും ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാനിങ്ങനെ പോയി ഞാനിങ്ങോട്ട് കല്യാണം കഴിഞ്ഞ് വന്നു കഴിഞ്ഞപ്പോൾ തന്നെ പിന്നെ സുലൂമിക്ക് വയ്യാണ്ടായി കഴിഞ്ഞപ്പോൾ തന്നെ ഇവരെല്ലാം തന്നെ ചെയ്യാറുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവരെ കല്യാണം കഴിപ്പിക്കുമ്പോഴൊന്നും നമുക്ക് യാതൊരു ടെൻഷനും ഇല്ലായിരുന്നു കേട്ടോ. ഒന്നും അറിയാൻ മേലാത്ത പിള്ളേരാണെന്നോ അങ്ങനെയൊന്നും തോന്നില്ലായിരുന്നു. രണ്ടുപേരും നല്ലോണം എല്ലാം ചെയ്യാൻ അറിയാവുന്ന കുട്ടികളായിട്ടാണ് കല്യാണം കഴിഞ്ഞ് പോയത്. അപ്പോൾ എന്തായാലും ആ കാര്യത്തിൽ എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. ഏത് രീതിയിലും ജീവിക്കാൻ അവർക്കറിയാം. എല്ലാം അവർക്ക് തരണം ചെയ്യാൻ അറിയാമെന്നുള്ളത്. അപ്പം അങ്ങനെ മാത്രമല്ല കേട്ടോ, ഒരുപാട് വിഷമിച്ച കുട്ടികളും കൂടിയാണ് രണ്ടുപേരും. എല്ലാവരും അതെ. അപ്പോൾ എന്തായാലും അങ്ങനെ നമ്മൾ പറഞ്ഞു ഒരുപാട് കാട് കയറി വല്ലയിടത്തൊക്കെ എത്തിപ്പോയി. അപ്പോൾ അതവിടെ നിൽക്കട്ടെ, നമുക്ക് നമ്മുടെ പൊറോട്ട ഉണ്ടാക്കി തുടങ്ങാം വീണ്ടും. അപ്പോൾ നല്ല കണ്ണാടി പോലെ വരും കേട്ടോ. നമ്മുടെ ഈ കൗണ്ടർ ടോപ്പ് നമുക്ക് കാണാൻ പറ്റും. ഇത് നമ്മൾ ആക്കി വരുന്ന സമയത്ത് ഞാൻ പറഞ്ഞ പോലെ അത്യാവശ്യം വലിയ പൊറോട്ടയാണ്. നമ്മൾ 2 എണ്ണം ഒരെണ്ണത്തിലുള്ള അത്രയും ആക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് നമ്മൾ പരത്തി എടുത്തിട്ടുണ്ട്. ഇതിന് നമുക്ക് കോലിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ, ചപ്പാത്തി പലക ഒന്നും ആവശ്യമില്ല. നമ്മൾ നന്നായിട്ട് പരത്തി എടുത്തതിന് ശേഷം അതിലേക്ക് ഇതുപോലെ കുറച്ച് ബട്ടറും കുറച്ച് മൈദപ്പൊടി വേണമെങ്കിൽ ഇട്ടാൽ മതി. കുറച്ച് ഈ മൈദപ്പൊടിയും കൂടെ കൂട്ടിയിട്ടാണ് കേട്ടോ ഞാൻ 2.5 കിലോ എന്ന് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ ഇതിനെടുക്കുന്നതും കൂടെ ഉൾപ്പെടെയാണ് നമ്മൾ ഈ ഒരു എണ്ണം പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഇതുപോലെ നമ്മൾ ഞൊറിഞ്ഞെടുക്കുവാണ്. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഞൊറിയാം. ഞാൻ നേരത്തെ കാണിച്ച പോലെ 2 സൈഡിൽ നിന്ന് ഞൊറിഞ്ഞെടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം. പിന്നെ ഇതിനിപ്പോൾ അടിക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ളവർ ഒട്ടും വിചാരിക്കേണ്ട, ഇങ്ങനെ അങ്ങോട്ട് ചെയ്താൽ മതി. നല്ല പോലെ കൈ കൊണ്ടൊന്ന് പരത്തി കൊടുക്കുക. ഇങ്ങനെ പരക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും നമ്മുടെ മാവ് സോഫ്റ്റ് ആണെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് പരന്ന് റെഡി ആയിട്ട് വരും. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ അങ്ങോട്ട് വലിച്ചു കൊടുക്കുക. പയ്യെ ഇങ്ങനെ എല്ലാ സൈഡിൽ നിന്നും അങ്ങ് വലിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ അടിക്കുന്ന പോലെ തന്നെ നല്ല കൗണ്ടർ ടോപ്പ് കാണാൻ പറ്റുന്ന രീതിയിൽ തന്നെ കിട്ടും. നമുക്ക് ഓരോന്നും ഇതുപോലെ ആ ഒരു പാത്രത്തിലേക്ക് തന്നെ വെച്ച് കൊടുക്കാം. ഓരോന്നും വെച്ചിട്ട് നമ്മൾ ഇതുപോലെ തുണി അടച്ച് വെച്ച് കൊടുക്കണേ. അങ്ങനെ പൊറോട്ട എല്ലാം നമ്മളിവിടെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇത്രയുമാണ് ഉള്ളത്. ഏകദേശം ഞാൻ പറഞ്ഞ പോലെ 52 എണ്ണമാണ് കേട്ടോ ഉള്ളത്.
നമുക്ക് കൊണ്ടുപോകാൻ 10-40 മതി, പിന്നെ നമുക്ക് കുറച്ച് ഇത്താക്ക് കൊടുക്കാം, അങ്ങനെയൊക്കെ. അപ്പോൾ എല്ലാം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇങ്ങനെ വേണമെങ്കിൽ ഒരു അരമണിക്കൂറും കൂടെ ഇരുന്നോട്ടെ കേട്ടോ. അപ്പോൾ അരമണിക്കൂർ എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം വെച്ചതിന് അരമണിക്കൂർ ആയിട്ടുണ്ടല്ലോ, അപ്പോൾ നമുക്ക് വേഗം വേഗം ചുട്ടെടുക്കാം. ആദ്യം വെച്ചത് ആദ്യം എടുത്ത് നമുക്ക് പിന്നെ ചുട്ടെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ 2 പാത്രം വെച്ചിട്ടുണ്ട് ചുടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമ്മളിതുപോലെ കൈ കൊണ്ട് നമ്മൾ ഒന്ന് പരത്തി എടുക്കുവാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇത്ത എല്ലാം ചുട്ടൊക്കെ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ 2 പാത്രം വെച്ചു. പിന്നെ ഞാനിങ്ങനെ പരത്തി കൊടുക്കുമ്പോഴത്തേക്കിനും ഇത്ത ചുട്ട് തരും. പിന്നെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകാനുള്ളത് ഞാൻ കംപ്ലീറ്റ്ലി ചുടുന്നില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് നമ്മൾ ഈ ഫ്രോസൺ പൊറോട്ടയൊക്കെ വാങ്ങിക്കില്ല, റെഡി ടു കുക്ക് പൊറോട്ടയൊക്കെ വാങ്ങിക്കില്ല, ആ ഒരു രീതിയിൽ ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കുന്നതേ ഉള്ളൂ. എന്നിട്ട് നമുക്ക് അവിടെ കൊണ്ടു ചെന്നിട്ട് ചൂടോടെ ചുട്ടെടുക്കാം. ഇനി ഇതിലേക്ക് കാര്യമായിട്ട് അങ്ങനെ എണ്ണയൊന്നും വേണമെന്നില്ല. ജസ്റ്റ് ഇത്തിരി ഒന്ന് ആ ഒരു ചട്ടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടി ഒരല്പം ഒന്ന് തൂവി കൊടുത്താൽ മതി കേട്ടോ. അങ്ങനെ നമുക്ക് തിരിച്ചും മറിച്ചിട്ടിട്ട് ഇത് പൊരിച്ചെടുത്തിട്ട് നന്നായിട്ട് നമുക്കിങ്ങനെ അടിച്ചെടുക്കാം. അപ്പോൾ നല്ല ലെയർ പൊറോട്ട നമുക്ക് കിട്ടും. നല്ല ചൂടോടെ കഴിക്കണം, അപ്പോഴാണ് നല്ല സോഫ്റ്റായിട്ടും അടിപൊളിയായിട്ടും ഇരിക്കുന്നത്. പൊറോട്ട അങ്ങനെ തന്നെയാണല്ലോ, നമ്മളിങ്ങനെ ചൂട് മാറിയാലും കുഴപ്പമൊന്നുമില്ല, എന്നാലും ഞാൻ പറഞ്ഞാണ് ചൂടോടെ പൊറോട്ട കഴിക്കണം, അപ്പോൾ നല്ല അടിപൊളിയായിട്ട് കിട്ടും. അപ്പോൾ ഇതുപോലെ കുറേശ്ശെ എണ്ണ ഒഴിച്ച് നമുക്ക് ഇത് അങ്ങ് പൊരിച്ചെടുക്കാം, ചുട്ടെടുക്കാം. അപ്പോൾ ഞാൻ ഇത്താക്കുള്ളത് മാത്രമേ ചുടുന്നുള്ളൂ കേട്ടോ. ബാക്കിയുള്ളത് ഞാൻ ഈ പറഞ്ഞ പോലെ ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കുകയോ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇതുപോലെ നമുക്ക് ഒന്ന് പരത്തിയെടുക്കാം. പരത്തുന്ന സമയത്തും നമ്മുടെ ഈ താഴ്ഭാഗം കൊണ്ടുവേണം കേട്ടോ, നമ്മുടെ ഈ കൈയുടെ താഴ്ഭാഗം കൊണ്ടുവേണം നമ്മൾ പരത്തി എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ എന്നിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള വലിപ്പത്തിൽ നമുക്കൊന്ന് ആക്കിയെടുക്കാം. കൈയുടെ പാട് വരാണ്ട് നമ്മൾ ചെയ്തെടുക്കണേ. അങ്ങനെ നമ്മൾ ഓരോ പാത്രം മാറി നമ്മളിതാ ഇവിടെ ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ ചെയ്യുന്നത് ഇതുപോലെ തന്നെ ചെയ്യണം കേട്ടോ. അപ്പോൾ നല്ല ലെയറുകളൊക്കെ നന്നായിട്ട് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാമല്ലോ, ഇതിനകത്ത് എത്ര ലെയറുകൾ നമ്മൾ കൊടുത്തിട്ടുണ്ടോ, നമ്മൾ ആ ഒരു പരത്തുന്ന സമയത്ത് ആ ലെയറുകളെല്ലാം ഉണ്ട്, ചുടുന്ന സമയത്തും ആ ലെയറുകളെല്ലാം നമുക്ക് കിട്ടും. അപ്പോൾ ഇങ്ങനെ നമ്മളിങ്ങനെ പ്രസ് ചെയ്യാണ്ട് നമ്മൾ ഈ കൈയുടെ താഴ്ഭാഗം കൊണ്ട് ഒന്നങ്ങ് ആക്കി എടുക്കണം കേട്ടോ ഇതുപോലെ. അപ്പോൾ ഇനി നമുക്ക് എല്ലാം തന്നെ ചുട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി പാത്രത്തിലാക്കുന്ന പരിപാടിയേ ഉള്ളൂ. ഈ ഒരു രീതിയിലാണ് നമ്മൾ ഇങ്ങനെ ആക്കി എടുത്തിട്ടുള്ളത് കേട്ടോ. ഇത് നമുക്ക് നേരത്തെ തന്നെ ചെയ്ത് വെക്കാം, നമുക്ക് എപ്പോഴാണോ ആവശ്യമുള്ളത് അപ്പോൾ എടുത്താൽ മതി. നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പാർട്ടികളൊക്കെ വരുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പെരുന്നാളിനൊക്കെ നമുക്ക് പൊറോട്ട വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ആക്കിയിട്ട് നേരെ ഒരു പ്ലാസ്റ്റിക് കവറിലാക്കിയിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം, ഫ്രീസറിൽ വെക്കാം. എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള ടൈമിൽ മാത്രം നമ്മൾ എടുത്താൽ മതി. അപ്പോൾ ഇതിനെല്ലാത്തിനും നിങ്ങൾക്ക് കാണാൻ പറ്റും, എല്ലാത്തിനും ലെയറുകൾ വന്നിട്ടുണ്ട് കേട്ടോ. നല്ല രീതിയിൽ ലെയറും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് നേരെ ഇതാണ് കേട്ടോ അവിടെ നിന്ന് കൊണ്ടുപോകാനുള്ളത്. നമ്മൾ 40 പൊറോട്ടയാണ് അങ്ങോട്ടേക്ക് കൊണ്ടുപോകാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതെല്ലാം നമ്മൾ വെച്ചിട്ടുണ്ട്. പിന്നെ കുളി നിസ്കാരമൊക്കെ കഴിഞ്ഞ് പതുക്കെ ഒരു 4 മണിയൊക്കെ ആയപ്പോഴത്തേക്കിന് അങ്ങോട്ടേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മളിന്ന് പോകുന്നത് കടവന്ത്രയാണ് കേട്ടോ. സജ്ജനാത്താൻ്റെ ഫ്ലാറ്റിലാണ് നമുക്ക് നോമ്പുതുറ ഉള്ളത്. അപ്പോൾ ഇവിടെ കുറേ നാളുകൾക്ക് ശേഷമാണ് കേട്ടോ നോമ്പുതുറ വെക്കുന്നതും ഗെറ്റ് ടുഗദർ വെക്കുന്നതൊക്കെ. അപ്പോൾ ഇങ്ങനെ കറങ്ങി വരും, ആരുടെയെങ്കിലുമൊക്കെ വീടുകളിൽ മാറി വരും. അങ്ങനെ നമ്മൾ എത്തിയിട്ടുണ്ട്. ഇക്ക നമ്മളെ ആക്കിയിട്ട് ഇക്ക ഹോസ്റ്റലിലൊക്കെ പോയിട്ട് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഇക്ക പോയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ നേരെ ചെന്നപ്പോഴത്തേക്കിന് ഇവിടെ നല്ല പണികളിലാണ് കേട്ടോ എല്ലാവരും. അപ്പോൾ റവ കാച്ചാനായിട്ട് ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എന്നോട് ഇങ്ങനെ ഇളക്കാൻ പറഞ്ഞു. വേറെ പണിയൊന്നും ഇല്ലായിരുന്നു, ഞാനിങ്ങനെ ഇളക്കിക്കൊണ്ടിരുന്നു. അങ്ങനെ റവ കാച്ചിലൊക്കെ കഴിഞ്ഞ് അപ്പോൾ ബാക്കിയുള്ള പരിപാടികളൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അപ്പുറത്ത് നെയ്ച്ചോറ് വെക്കുന്നു, ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കുന്നു, പിന്നെന്താ കപ്പ ഓൾറെഡി കുഴച്ച് വെച്ചിട്ടുണ്ട്, കറികളൊക്കെ ഓൾറെഡി റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ഓരോന്നും അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളാണ് കേട്ടോ ഫസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നത്. ഈ കിടുങ്ങാമണികൾക്ക് 3 പേർക്കും നോമ്പാണ് കേട്ടോ. അപ്പോൾ അത് കാരണം ഇങ്ങനെ വിഷമിച്ചിരിക്കുവാണ്. പിന്നെ അങ്ങനെ എല്ലാം ടേബിളിലേക്കൊക്കെ എടുത്ത് വെച്ചു. പിന്നെ സ്നാക്സും കാര്യങ്ങളൊക്കെ റെഡിയാക്കി അങ്ങനെ എടുക്കുന്നുണ്ട്. അപ്പോൾ ഓരോരുത്തരും സ്നാക്സൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ. പിന്നെ തണ്ണിമത്തൻ ജ്യൂസ്, പൈനാപ്പിൾ ജ്യൂസ്, പിന്നെ വെള്ളം, ഈത്തപ്പഴം, ഫ്രൂട്ട് സാലഡ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നോമ്പ് തുറക്കാനായിട്ട് തന്നെ ഇതെല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം 2 ടേബിളിലേക്കായിട്ടും വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മളുടെ ഐറ്റംസ് ഉണ്ടായിരുന്നത്. പൊരിയായിട്ട് സമൂസ ഉണ്ടായിരുന്നു, ഉന്നക്ക ഉണ്ടായിരുന്നു, പിന്നെ ചെമ്മീൻ ഉണ്ടപ്പുട്ട് പോലെ നീളത്തിലാക്കിയതുണ്ടായിരുന്നു, പരിപ്പ് വട ഉണ്ടായിരുന്നു, പിന്നെ ചിക്കൻ വട ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഐറ്റംസ് ഉണ്ടായിരുന്നത്. പിന്നെ നമ്മൾ ബാങ്കൊക്കെ വിളിച്ചു. നമ്മൾ ഇവിടുന്ന്
അസർ നിസ്കാരമൊക്കെ കഴിഞ്ഞ് പോയത് കൊണ്ട് തന്നെ അവിടെ ചെന്നപ്പോഴത്തേക്കിനും എല്ലാം എടുത്ത് വെച്ച് പെട്ടെന്ന് തന്നെ ബാങ്ക് വിളിച്ച പോലെ തോന്നിയിട്ടാ. അങ്ങനെ പെട്ടെന്ന് തന്നെ നമ്മൾ നോമ്പൊക്കെ തുറന്നു, ജ്യൂസൊക്കെ കുടിച്ച് പിന്നെ നിസ്കാരമൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ പിന്നെ ഞാനോർത്ത് നമ്മളുടെ പൊറോട്ട അങ്ങ് ചുട്ടെടുത്തേക്കാവന്ന്. അപ്പോൾ ഞാനങ്ങനെ പിന്നെ വേഗം വന്നിട്ട് കുറച്ച് പൊറോട്ട ചുട്ടെടുത്തു. അപ്പോൾ എനിക്ക് ഇങ്ങനെ ചൂടോടെ ചുട്ടങ്ങനെ കൊടുക്കണം എന്നായിരുന്നു കേട്ടോ. പിന്നെ എല്ലാവരും കൂടെ ആകുമ്പോഴത്തേക്കിനും പിന്നെ അങ്ങനെ കൊടുക്കൽ നടക്കൂലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ചങ്ങ് ചുട്ട് വെച്ചു കേട്ടോ. അപ്പോൾ ഇതുപോലെ നല്ല, പിന്നെ നമ്മൾ എണ്ണയൊന്നും ഉപയോഗിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നല്ല അടിപൊളിയായിട്ട് നമുക്ക് ചുട്ടെടുക്കാം. അപ്പോൾ 2-3 എണ്ണം ആവുന്ന സമയത്ത് നമുക്ക് നന്നായിട്ട് പൊറോട്ട അടിച്ചെടുക്കണം. അപ്പോൾ ഇത്രയാണ് പൊറോട്ട വിശേഷങ്ങൾ. അങ്ങനെ അതവിടെ കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ എല്ലാവരുടെയും നിസ്കാരം കഴിഞ്ഞ് എല്ലാവരും ഇപ്പുറത്ത് വന്ന സമയത്ത് ഒരു ചെറിയ സർപ്രൈസ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കാണിച്ചു തരാം കേട്ടോ. ഭയങ്കര ട്വിസ്റ്റായിരുന്നേ. 2 ഭാഗ്യശാലികൾക്ക് ആ ഇരിക്കുന്ന സമ്മാനം കിട്ടും. അപ്പോൾ ആദ്യത്തെ കൂപ്പൺ വാപ്പിയാണ് എടുക്കുന്നത്. വാപ്പി എടുത്ത കൂപ്പണിൽ ഉമ്മിക്കാണ് കേട്ടോ സമ്മാനം അടിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി അടുത്ത ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഇനി 2ാമത്തെ ഗിഫ്റ്റ് ആർക്കാണ് എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം എടുത്തത് വാപ്പയായിരുന്നു, 2ാമത്തെ കുറി എടുത്തത് വാപ്പിൻ്റെ അനിയനാണ് കേട്ടോ. ഇത് കൊച്ചാപ്പയാണേ. അങ്ങനെ 2 ഗിഫ്റ്റും ഞങ്ങളുടെ വീട്ടിലോട്ട് തന്നെ എനിക്കും ഉമ്മിക്കുമായിട്ട് കിട്ടി. അങ്ങനെ ആ 2 ഭാഗ്യശാലികൾ ഞങ്ങളായിരുന്നു കേട്ടോ. ഒട്ടും വിചാരിച്ചില്ല കേട്ടോ, 2 ഞങ്ങൾക്ക് തന്നെ കിട്ടി. അപ്പോൾ ഇതായിരുന്നു ഒരു ഗിഫ്റ്റ്. ഇതുപോലെ സ്നാക്സും പിന്നെ അതുപോലെ ഗ്ലാസ്സും വെക്കാൻ പറ്റുന്ന ഒരു പാത്രം. അത് കൂട്ടേണ്ടത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇവിടെ വന്നപ്പോൾ തന്നെ അതിനകത്ത് ചായ കുടിച്ചിട്ടാണ് അവനൊരു സമാധാനം ഉണ്ടായിരുന്നത്. ഉമ്മിക്ക് കിട്ടിയ ഗിഫ്റ്റ് ഇതായിരുന്നു കേട്ടോ. ഒരു ഫ്രൂട്ട്സൊക്കെ ഇട്ട് വെക്കാൻ പറ്റുന്ന ഒരു 3-4-5 കൊട്ടകൾ. അപ്പോൾ ഇത് ഞങ്ങൾ പക്ഷാഭേദം കാണിച്ചാണ്, ഞങ്ങളുടെ പേര് മാത്രമേ അതിനകത്ത് ഉണ്ടായിരുന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും ഇങ്ങനെ പറഞ്ഞുകൊണ്ടൊക്കെ ഇരിക്കുകയായിരുന്നു. ഏതായാലും ഭയങ്കര രസമായിട്ടോ സംഭവം. അങ്ങനെ അത് കഴിഞ്ഞപ്പോഴാണ് വരുന്നടാ ഞങ്ങൾക്കൊരു സർപ്രൈസ്. അനീനാൻ്റെ വക ഞങ്ങൾക്ക് സർപ്രൈസ് ഉണ്ടായിരുന്നു. ഇന്ന് ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറിയാണ്, അതായത് മാർച്ച് 29-ാം തീയതി. പിന്നെ അപ്പോൾ ഇന്നലെ 28-ാം തീയതി ആയിരുന്നു കേട്ടോ ഈ ഒരു നോമ്പ് തുറ ഉണ്ടായിരുന്നത്. അപ്പോൾ അനീന സർപ്രൈസ് ആയിട്ട് കേക്കൊക്കെ വാങ്ങി ഫ്രിഡ്ജിൽ കൊണ്ടുവന്ന് വെച്ചു. അനീന ഓഫീസിൽ നിന്ന് ഇങ്ങോട്ടാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. കുട്ടികൾ വീട്ടിലുണ്ടായിരുന്നല്ലോ. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ കുട്ടികളെയും കൊണ്ട് വന്നു, അനീന ഇങ്ങോട്ട് വന്നു. അങ്ങനെ അങ്ങനെ പിന്നെ കേക്കൊക്കെ എല്ലാവർക്കും കഴിച്ച് കഴിഞ്ഞ് പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഫുഡൊക്കെ കഴിച്ചു. ഞാൻ കുറച്ച് കപ്പയും മീൻകറിയും മാത്രമേ കഴിച്ചുള്ളൂ കേട്ടോ. സാധാരണ നമ്മൾ ഒരുപാട് താമസിച്ചിട്ടാണല്ലോ ഫുഡ് കഴിക്കുന്നത്. അപ്പോൾ ഫുഡ് കഴിക്കാനുള്ളൊരു മൂഡ് ഉണ്ടായില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞ് തിരിച്ചു പോന്നു. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ നോമ്പിൻ്റെ വിശേഷങ്ങൾ. ഒരുപാട് സർപ്രൈസും ഗിഫ്റ്റും ഒക്കെ ഉണ്ടായിരുന്നു ഇന്നത്തെ ദിവസം. അടിപൊളിയായിരുന്നു, സന്തോഷമായിരുന്നു, അൽഹംദുലില്ലാ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അടുത്തൊരു നല്ല വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.